Hello students. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെഷീനറിയിലെ 6th മൊഡ്യൂളിനെ പറ്റിയാണ്. ഓക്കെ, സോ ശരിക്കും 6th മൊഡ്യൂൾ എന്ന് പറയുന്നത് 5th മൊഡ്യൂളിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, നമ്മൾ 5th മൊഡ്യൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്രസേഴ്സിനെ പറ്റിയാണ് അല്ലേ. സോ കംപ്രഷൻ മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ പ്രഷർ ഓഫ് എയർ, ഗ്യാസ് ആൻഡ് വേപ്പർ ബൈ റെഡ്യൂസിങ് ഇറ്റ്സ് വോളിയം. So the devices used for compression is known as compressors. നമ്മൾ ഈ 6th മൊഡ്യൂളിൽ 5th മൊഡ്യൂളിലായിട്ട് പഠിക്കുന്നത് മെയിൻലി എയർ കംപ്രസേഴ്സിനെ പറ്റിയാണ്, റൈറ്റ്. സോ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, കംപ്രസേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു 5th മൊഡ്യൂളിൽ. അതിൽ രണ്ട് ടൈപ്പ് ഒരു ബേസ്ഡ് ഓൺ ഡിസൈൻ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ബേസ് ചെയ്ത് മെയിൻലി ടു ടൈപ്സ് ഓഫ് കംപ്രസേഴ്സ് ഉള്ളത്. ഒന്ന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് വൺ, അനദർ വൺ ഈസ് റോട്ടോഡൈനാമിക്. സോ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണെന്ത് നമ്മൾ മൊഡ്യൂൾ 5 പഠിച്ചത്, റൈറ്റ്. ഇനി ഈ 6th മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ടൈപ്പായ റോട്ടോഡൈനാമിക് ടൈപ്പ് കംപ്രസേഴ്സിനെ പറ്റിയാണ്. സോ വാട്ട് ഈസ് എ റോട്ടോഡൈനാമിക് കംപ്രസർ? In this compressor, the air is not trapped in a specified boundary, but it flows continuously and steadily through the machine, right? And the rise in pressure energy is occurred by change in kinetic energy. ആക്ച്വലി നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ വോളിയം ചേഞ്ച് കൊണ്ട് എടുക്കുന്ന എയറിനെ പിസ്റ്റൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് വഴി കംപ്രസ് ചെയ്തിട്ടാണ് പ്രഷറൈസ് ചെയ്യുന്നത്. റോട്ടോഡൈനാമിക് കംപ്രസേഴ്സിൽ എയർ ഒരു സ്പെസിഫിക് ബൗണ്ടറിയിൽ കംപ്രസ്ഡ് ആകുന്നില്ല. അതിന് പകരം എന്തും ഇതിനുണ്ടാകുന്ന കൈനറ്റിക് എനർജി ചേഞ്ച് വെച്ചിട്ടാണ് പ്രഷർ എനർജി ഉണ്ടാകുന്നത്, ഓർ പ്രഷർ റൈസ് ആകുന്നത്. സോ എ റോട്ടോഡൈനാമിക് കംപ്രസർ കൺസിസ്റ്റ് ഓഫ് റോട്ടർ ആൻഡ് എ കേസിംഗ് അറേഞ്ച്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്. ആൻഡ് കമ്പയർ ടു എ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, these rotodynamic compressors will provide a pulsation free air, which means a continuous delivery will be there from aerodynamic compressors. And also they can handle a large mass flow of air with a low or medium pressure range. These are the major difference, some of the differences from a positive displacement compressor and a rotodynamic compressor. And some major differences are, first one is based on mass flow. That means a rotodynamic compressor can provide a high quantity of mass flow compared to positive displacement one. And second point is based on flow of delivery air, which means in a rotodynamic compressor it will provide a continuous flow, a continuous delivery will be there. Whether in a positive displacement one there will be an intermittent flow, right? Then third point is based on size. So reciprocating compressor which will be a bulk in size, whereas a rotodynamic compressor will be a compact and a balanced size. Then fourth one is quality of air, which means ഒരു റോട്ടോഡൈനാമിക് കംപ്രസേഴ്സിന് വരുന്ന എയറിന് ഹൈ ക്വാളിറ്റി ആയിരിക്കും. കാരണം ഇതിൻ്റെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസറിന് കുറേ മൂവ്മെൻറ്റ് പാർട്ട്നേഴ്സ് ഉണ്ടാവും, ലൈക്ക് പിസ്റ്റൻസ്, റൈറ്റ്. സോ ഇതിൻ്റെയൊക്കെ ലൂബ്രിക്കേഷൻസ് ഓയിലൊക്കെ ഇതായിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് എയർ, ഇതിന് ഡെലിവറി ചെയ്യുന്ന എയറിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും, ഇംപ്യൂരിറ്റീസ് കൂടുതലായിരിക്കും. പക്ഷേ കമ്പയർ ടു ഫോർ റോട്ടോഡൈനാമിക് കംപ്രസേഴ്സിൻ്റെ കേസിൽ ആ ക്വാളിറ്റി കൂടുതലായിരിക്കും. ദെൻ speed of operation will be higher for rotodynamic compressors, and the maintenance cost will be lesser, and the mechanical efficiency will be higher. And major applications or major situations where the rotodynamic compressors are used are in oil refineries, gas turbine, and refrigeration and air conditioning systems, right? And the example for rotodynamic compressors are, one is centrifugal compressor and another one is axial flow compressors. ഈ രണ്ട് കംപ്രസറാണ് മെയിനായിട്ട് നമുക്ക് 6th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്.
So first one is centrifugal compressor. It is a mechanical system, or it's a compressor, it's a mechanical system which is used to convert a low pressure of air into a high pressure with the help of a centrifugal force. നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ആണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ കേസിൽ, റൈറ്റ്? സോ മേജർ കമ്പോണൻസ് ഇവിടെ കൊടുത്തിട്ടുള്ള ഫിഗർ, ഈ ഫിഗർ എന്ന് പറയുന്നത് ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്നുള്ള ഫിഗറാണ്, റൈറ്റ്? ഇതിൽ മേജർ കമ്പോണൻസ്, ഇതിൻ്റെ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഹാസ് എ റേഡിയൽ കേർഡ് വെയിൻസ് ആൻഡ് second component is an impeller. Impeller means, impeller is a disc fitted with a radial curved vanes. നമ്മൾ ഓൾറെഡി സെൻട്രിഫ്യൂഗൽ പമ്പ് പറയുമ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് അതേ സെയിം മെത്തേഡിലാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിലും വരുന്നത്. ഒരു ഡിസ്ക് ഉണ്ടാവും, ഡിസ്കിൻ്റെ മുകളിൽ കുറേ വെയിൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ ടോട്ടൽ സിസ്റ്റത്തിനാണ് എന്താ പറയുക, ഇംപെല്ലർ എന്ന് പറയുക. ആക്ച്വലി ഈ ഇംപെല്ലറാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിലെ റൊട്ടേറ്റിംഗ് കമ്പോണൻറ്റ്, ഓർ ഇറ്റ് ഈസ് നോൺ ആസ് എ റോട്ടർ ഓഫ് സെൻട്രിഫ്യൂഗൽ compressor, and the center of this impeller is known as eye, and this eye is connected to our driving shaft. Basically impeller മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് ഇറ്റ് ഈസ് ബൈ ഫോർജിങ് ആണ്, ഓർ ഡൈ കാസ്റ്റിംഗ് മെത്തേഡ്സിലൂടെയാണ് ഈ ഇംപെല്ലേഴ്സ് ആർ ഫോംഡ്. ദെൻ തേർഡ് കമ്പോണൻറ്റ് ഈസ് ഡിഫ്യൂസർ. ഈ പുറമേ കാണുന്ന ഈ പോർഷൻ ഇതാണ് എന്ത്, ഡിഫ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫ്യൂസർ ഈസ് എ സ്റ്റാറ്റിക് പാർട്ട്, അത് ഫിക്സഡ് ആണ്. ഇംപെല്ലർ പോലെ മൂവ്മെൻറ്റിലൊരു പോർഷൻ അല്ല എന്ത്, ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് പാർട്ട് ഇൻ ദ സെൻട്രിഫ്യൂഗൽ കംപ്രസർ. സോ ദേ ആർ ഹൗസ്ഡ് ഇൻ എ റേഡിയൽ കേസിംഗ് പോർഷൻ. ഇതിൻ്റെ പുറമേ വരുന്ന കേസിങ്ങിൻ്റെ അകത്താണ് ഈ ഡിഫ്യൂസറും ഇംപെല്ലറും എല്ലാം അടങ്ങിയിട്ടുള്ളത്. സോ another important point related to diffuser is it has a varying area of cross section. Its area of cross section, initially ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇതിൻ്റെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമ്മൾ ഓൾറെഡി സെൻട്രിഫ്യൂഗൽ പമ്പിൽ വന്ന അതേ മെത്തേഡാണ്. സോ അതിലൂടെയാണ് എന്ത്, ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലാണ് എന്ത്, കൈനറ്റിക് എനർജി കൺവേർഷൻ നടക്കുന്നത്. അത് അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞുതരാം. ദെൻ ഫോർത്ത് കമ്പോണൻറ്റ് ഈസ് കേസിംഗ്. സോ മേജർ കമ്പോണൻറ്റ്സ് ആർ, ഫസ്റ്റ് വൺ ഈസ് റേഡിയൽ കർവ്ഡ് വെയിൻസ്, സെക്കൻഡ് വൺ ഈസ് ഇംപെല്ലർ, ദെൻ തേർഡ് വൺ ഈസ് ഡിഫ്യൂസർ, ആൻഡ് ഫോർത്ത് വൺ ഈസ് കേസിംഗ്. സോ ഇത് ഒന്നുകൂടി ആ കമ്പോണൻസ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിച്ചാണ്. ദെൻ ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, actually initially the air will enters the eye of the impeller with a low velocity and atmospheric pressure, right? സെൻറ്ററിൽ അതിൻ്റെ ഐയിലേക്കാണ് ഇനീഷ്യലി എയർ എൻ്റർ ചെയ്യുന്നത്. ഫ്രം ദർ ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഈ ഇംപെല്ലർ കണ്ടിന്യൂസ്ലി റൊട്ടേറ്റിംഗ് ആണ്. ഈ ഐ നമ്മളൊരു മോട്ടോർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റ് വഴി ഒരു മോട്ടോറിലേക്ക് കണക്റ്റഡ് ആണ്. സോ ഈ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താവും, ഇംപെല്ലർ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും, റൈറ്റ്? ദെൻ ഡ്യൂ ടു എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അവിടെ ജനറേറ്റ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി എന്താവും, ദിസ് എയർ കംസ് ഔട്ട് ടു ദ ഇംപെല്ലർ. സോ ഡ്യൂറിങ് ദിസ് മൂവ്മെൻറ്റ്
ദ എനർജി ഫ്രം ദ ഇമ്പല്ലർ, അതിന് ഇമ്പല്ലറിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ എനർജി ഉണ്ടല്ലോ, ഈ മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്യും, എയറിലേക്ക് ട്രാൻസ്ഫേർഡ് ആവും. റൈറ്റ്? സോ എനർജി ഫ്രം ദ ഇമ്പല്ലർ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ എയർ. സോ ദിസ് എനർജി ട്രാൻസ്ഫർ വിൽ ഇൻക്രീസ് the velocity and pressure of the air. Thus air leaving the impeller, so high ഒരു മിനിമം ഇൻക്രീസ് ആവും, അതിൻ്റെ കൈനറ്റിക് എനർജി ഇതിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇമ്പല്ലർ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ ഇമ്പല്ലർ എപ്പോഴും ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതിലൂടെ പോകുന്ന എയറിലേക്ക് എന്തും ഈ എനർജി ട്രാൻസ്ഫർ ആവും. സോ ദർ ബൈ എനർജി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ വെലോസിറ്റിയും പ്രഷറും ഇൻക്രീസ്ഡ് ആവും. ദെൻ this air will be go through where diffuser like go. The air will leaving the impeller has an increased velocity and pressure, and this air will go to diffuser portion. നമ്മൾ ഓൾറെഡി നേരത്തെ കമ്പോണൻസിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂടുതൽ ഡിഫ്യൂസറിൽ പറഞ്ഞാണ്, ഡിഫ്യൂസറിന് ഒരു ഡൈവേർജിങ് പാസേജാണ്. അതായത് കണ്ടിന്യൂസ്ലി ഡിഫ്യൂസറിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. സോ ഈ ഡിഫ്യൂസറിലൂടെ എയർ പാസ് ചെയ്യുമ്പം ഓൾറെഡി ഈ എയറിന് ഒരു കൈനറ്റിക് എനർജി കമ്പോണൻറ്റും ഉണ്ടാവും, പ്രഷർ എനർജി കമ്പോണൻറ്റും ഉണ്ടാവും. സോ ഈ കൈനറ്റിക് എനർജി കമ്പോണൻറ്റ് കൺവേർട്ടഡ് ആവും ഇൻ ടു പ്രഷർ എനർജി ഡ്യൂ ടു ഈ ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും, വെലോസിറ്റി കുറയും. ഈ വെലോസിറ്റി കുറയുമ്പം ആ എനർജി കമ്പോണൻറ്റ് എന്തിലേക്ക് കൺവേർട്ടഡ് ആവും, പ്രഷർ എനർജിയിലേക്ക് കൺവേർട്ടഡ് ആവുക. സോ ടോട്ടലി പറഞ്ഞാൽ ഈ ഡിഫ്യൂസറിൽ വെച്ച് എയറിൻ്റെ സ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ്ഡ് ആവും, ഓർ പ്രഷർ എനർജി ഇൻക്രീസ്ഡ് ആവും. ഇറ്റ് വിൽ ബിക്കം എ ഹൈ പ്രഷർ. സോ ഈ ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിൽ എയർ കേസിങ്ങിലേക്ക് കലക്റ്റഡ് ആയിട്ട് ഫ്രം ദ ഇറ്റ് വിൽ ബി ഡെലിവേർഡ് ഫ്രം എ കംപ്രസർ. ഇതാണ് ഒരു ബേസിക് വർക്കിംഗ് സ്ട്രക്ചർ of a centrifugal compressor.